പ്രിയമുള്ളവരെ, മണ്ഡല പുനർനിർണയ ബില്ല് പരാജയപ്പെട്ടപ്പോൾ തന്നെ ബി ജെ പി അത് ഭാവിയിൽ പാസാക്കിയെടുക്കുവാനുള്ള തന്ത്രങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നു തന്നെയാണ് സംഗതികളൊക്കെയും സൂചിപ്പിക്കുന്നത്. കാരണം 2024 ലോക്സഭാ ഇലക്ഷൻ അവസാനിക്കുമ്പോൾ ബി ജെ പി സഖ്യത്തിന് 293 എം പിമാരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നലെ വരെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ അടിസ്ഥാനമാക്കി നോക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ പ്രാദേശിക പാർട്ടികൾ പിളർപ്പിൻ്റെ വക്കിലാണ്. അവരിൽ പലരും ബി ജെ പിയുടെ സഖ്യകക്ഷിയായി ചേരുന്നുണ്ട്. ചില പാർട്ടികൾ ബി ജെ പിയിലേക്ക് വരും, ചിലത് ബി ജെ പിയുടെ സഖ്യകക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ലയിക്കും എന്ന രീതിയിൽ വാർത്തകൾ വരുമ്പോൾ ബി ജെ പി നേതൃത്വം നൽകുന്ന സഖ്യകക്ഷിയുടെയും അംഗസംഖ്യ 320 എന്ന രീതിയിൽ എത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് വളരെ കണ്ണിങ്ങായിട്ട് ബി ജെ പി തങ്ങൾക്കിഷ്ടമുള്ള ബില്ലുകൾ പാസ്സാക്കിയെടുക്കുവാൻ തക്കവണ്ണമുള്ള അംഗബലം, പാർലമെൻറ്റിലും രാജ്യസഭയിലും അംഗബലം ഒപ്പിക്കുവാൻ തക്കവണ്ണമുള്ള കുതന്ത്രങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നു തന്നെയാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, രാജ്യസഭാ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജൻ്റെ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു. പറയത്തക്ക കാരണമൊന്നും കൂടാതെയാണ് ആ പത്രിക തള്ളിയത്. അതായത് രാജ്യസഭയിലും കോൺഗ്രസിൻ്റെ വിജയിക്കുവാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ പത്രിക പിന്തള്ളി അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ഏകപക്ഷീയമായി വിജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് സ്ഥിതിഗതികൾ കൊണ്ടുചെന്നെത്തിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ 20 എം പിമാർ അവർ പ്രത്യേക ബ്ലോക്കായി നാഷണലിസ്റ്റ് പാർട്ടി, സിറ്റിസൺസ് പാർട്ടിയിൽ ലയിക്കും എന്ന് പറയുന്നു. അത് ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെ ഓരോ രീതിയിൽ എടുത്തു നോക്കിയാലും ബി ജെ പി വളരെ കണ്ണിങ് ആയിട്ട് അവരുടെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളെ വർദ്ധിപ്പിക്കുവാനുള്ള കുതന്ത്രങ്ങളുമായിട്ട്, ചാണക്യ തന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നു തന്നെയാണ് യാഥാർത്ഥ്യം. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന പിളരുന്നു എന്ന വാർത്ത ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആകെ 9 എം പിമാരാണ് അവർക്കുള്ളത്. അതിൽ 6 എം പിമാർ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ഏക്നാഥ് ഷിൻഡയ്ക്കൊപ്പം ചേരുന്നു എന്ന വാർത്തയുമുണ്ട്. എൻ സി പി പിളരുന്നു. എൻ സി പി വിഭാഗം ശരത് പവാറിന് 7 എം പിമാരാണുള്ളത്. അതിൽ പകുതിയിലധികം എം പിമാരും എൻ സി പി അജിത് പവാർ പക്ഷം, അതായത് ബി ജെ പിക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയിലേക്ക് പോകുന്നു എന്ന വാർത്തയുമുണ്ട്. മറ്റൊരു വാർത്ത യു പിയിൽ നിന്നാണ്. ഉത്തർപ്രദേശിൽ രാം ഗോപാൽ യാദവിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ബി ജെ പിയുമായി ചർച്ച നടത്തുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ്. അതായത് മിക്ക സംസ്ഥാനങ്ങളിലും ബി ജെ പി മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് എം പിമാരെയും എം എൽ എമാരും ഒക്കെ അടർത്തി മാറ്റി തങ്ങളുടെ ഭാഗത്തെത്തിക്കുന്നു. അങ്ങനെ ഇന്നലെ കിട്ടുന്ന സ്ഥിതിവിവരക്കണക്കനുസരിച്ച് 320 എന്ന രീതിയിൽ അവരുടെ ലോക്സഭയിലെ അംഗബലം വർദ്ധിക്കുന്നു. കോൺഗ്രസ് വളരെ നിശബ്ദമായി നിർഗുണന്മാരായി നോക്കി നിൽക്കേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കാരണം ഈ മണ്ഡല പുനർനിർണയ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജനസംഖ്യാ നിയന്ത്രണം നടപ്പിൽ വരുത്തിയ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വർദ്ധിക്കുന്ന സീറ്റുകളുടെ എണ്ണം കുറവായിരിക്കും. നോർത്തിൽ, അതായത് ഹിന്ദി മേഖലയിൽ, ഉത്തരേന്ത്യയിൽ ജനസംഖ്യാ നിയന്ത്രണമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും. ബി ജെ പി സാധാരണ അറിയപ്പെടുന്നത് തന്നെ ഉത്തരേന്ത്യക്കാരുടെ ഹിന്ദി ബെൽറ്റിലുള്ള പാർട്ടി എന്നാണ്. ഹിന്ദി ബെൽറ്റിൽ വളരെ കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമാണ് കോൺഗ്രസിനും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പാർട്ടികൾക്കുമുള്ളത്. ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് ഭരിക്കുന്നു, ഝാർഖണ്ഡ് മുക്തി മോർച്ച ഭരിക്കുന്നു, അതുപോലെ പഞ്ചാബ് ആം ആദ്മി പാർട്ടി ഭരിക്കുന്നു. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ബി ജെ പി ആണ് ഭരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് ആ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളിൽ നടത്തുന്ന പ്രകടനം കൊണ്ട് തന്നെ ഇനിയൊരു ഇലക്ഷൻ ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇനി ഇലക്ഷനുകളൊക്കെ ഉണ്ടായാൽ അവർക്ക് വിജയിച്ചു വരാം. കാരണം നോർത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയം അങ്ങനെ മാറിയിരിക്കുന്നു. മതവും ജാതിയും വർണ്ണവും ഒക്കെ കലർന്ന ഒരു മതഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ആ വോട്ടുകൾ മതി ബി ജെ പിക്ക് വിജയിക്കുവാൻ എന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും. തെക്കൻ ഇന്ത്യയിലെ ലോക്സഭാ സീറ്റുകളുടെ ഒരു പരാജയമുണ്ടായാൽ പോലും ബി ജെ പിക്ക് അത് പ്രശ്നമല്ല എന്ന രീതിയിലേക്ക്. തെക്കൻ സംസ്ഥാനങ്ങളിലെ ഒക്കെയും ഒരു അവലോകനം എടുക്കുകയാണെങ്കിൽ ബി ജെ പി ദുർബലമാണ് മിക്ക സ്റ്റേറ്റുകളിലും എന്ന് പറയാം. കാരണം കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും അവസ്ഥ നമുക്കറിയാം. പാർട്ടി വളരെ ദുർബലമാണ് ബി ജെ പി. പിന്നെ തെലങ്കാനയിൽ അവർക്ക് 7 എം എൽ എമാരാണുള്ളത്. അതുപോലെ ആന്ധ്രാപ്രദേശിൽ 8 എം എൽ എമാരുണ്ട്. പക്ഷേ അവർ തെലുങ്ക് ദേശം എന്ന പാർട്ടിയുടെ ഘടകകക്ഷിയാണ്. പിന്നെ ഏക സംസ്ഥാനം തെക്കൻ സ്റ്റേറ്റുകളിൽ അവർ അധികാരത്തിലുണ്ടായിരുന്നതും അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത് കർണാടകയാണ്. ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊന്നും ബി ജെ പി വലിയ ശക്തിയല്ല. പക്ഷേ
മണ്ഡല പുനർനിർണ്ണയം നടത്തിയാൽ BJPക്ക് തെക്കൻ സ്റ്റേറ്റുകളുടെ ഒന്നും സീറ്റുകൾ പരിഗണിക്കപ്പെടാതെ തന്നെ അവർക്ക് അധികാരത്തിലെത്തുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ച് ഈ അപകടമൊന്നും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പരിതാപകരമായ ഒരു യാഥാർത്ഥ്യം. BJP വളരെ കണ്ണിങ്ങായിട്ട് തന്നെ പ്രാദേശിക പാർട്ടികളെ നശിപ്പിക്കുന്നു. അവരുടെ MP മാരെയും MLA മാരെയും ഒക്കെ വിലയ്ക്ക് വാങ്ങുന്നു. ഇന്നലെ തന്നെ ഉദ്ധവ് താക്കറെയുടെയൊക്കെ ഒരു ആരോപണം വരുന്നത് 150 കോടി രൂപയാണ് ഓരോ MPക്കും, ഈ ശിവസേനയിലെ ഓരോ വിമത MPക്കും BJP വാഗ്ദാനം ചെയ്യുന്നത് എന്നാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ആരോപണമുണ്ടാകുന്നു BJPയുടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് വളരെ നിർഗുണന്മാരായി നിർനിമേഷമായി ഇത്തരം സംഗതികളെ നോക്കി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രതികരിക്കുവാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ചും ഒരു ഇന്ത്യ മുന്നണി എന്ന ഒരു കോർഡിനേഷനായിട്ട്, ഒരു സഖ്യമായിട്ട് BJPയുടെ ഇത്തരം പ്രവൃത്തികളെ നേരിടുവാനും കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ മണ്ഡല പുനർനിർണ്ണയമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ BJP തന്നെയായിരിക്കും നീണ്ടകാലം ഇന്ത്യ ഭരിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രത്തോളം സീറ്റുകൾ ഉത്തരേന്ത്യയിൽ കൂടും. കോൺഗ്രസ് നമുക്കറിയാം, ആകെ കോൺഗ്രസ് 4 സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് ഭരിക്കുന്നത്. അതിൽ 3 സംസ്ഥാനവും തെക്കൻ കേരളത്തിലാണ്. കേരളവും തെലങ്കാനയും കർണാടകയുമാണ്. ഇത്തരം സ്റ്റേറ്റുകളിലെ വോട്ടുകളൊന്നും ഒരുപക്ഷെ വടക്കൻ ഇന്ത്യയിലെ വിജയങ്ങൾ വെച്ച് BJPക്ക് പ്രശ്നമായി വരാത്ത ഒരു സാമൂഹിക അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ രാഹുൽ ഗാന്ധിക്കൊന്നും ഇത് ഒരു പ്രതിരോധിച്ച് നിൽക്കുവാൻ കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ചും കെട്ടുറപ്പില്ലാത്ത ഒരു മുന്നണിയായി ഇന്ത്യ മുന്നണി മാറിയിട്ടുണ്ടോ എന്നു തന്നെ സംശയമുണ്ട്. ഇപ്പോൾ DMK കോൺഗ്രസ് തമിഴ്നാട്ടിൽ TVKയുമായി ചേർന്നതിൻ്റെ പേരിൽ ആ മുന്നണി വിട്ടു നിൽക്കുകയാണ്. മമതാ ബാനർജി ആണെങ്കിൽ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുന്നതിനെ എതിർത്ത ആളാണ്. പക്ഷേ ഇപ്പോൾ ഗതികേട് കൊണ്ട് വീണ്ടും ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിലൊക്കെ വരികയാണ്. പിണറായി വിജയനെ വിമർശിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ CPMും ഇന്ത്യ മുന്നണി വിട്ടുനിൽക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെയും പുറത്തു വരികയാണ്. ഇന്ത്യ മുന്നണി ഒരു കോർഡിനേഷനായി, ഒരു ഐക്യമായി നിന്നുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെ പ്രതിരോധിച്ചില്ല എങ്കിൽ അത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന രീതിയിലേക്ക് BJPയുടെ സ്വപ്നം അത് നടപ്പിലാക്കപ്പെടും. മണ്ഡല പുനർനിർണ്ണയം നടപ്പിലാക്കപ്പെടും. പിന്നെ പ്രതിപക്ഷ ശബ്ദം എന്നത് ഇന്ത്യയിൽ ഉയരുക എന്നത് അസാധ്യം ആയ രീതിയിലേക്ക് ഉയരും. രാഹുൽ ഗാന്ധി കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് അദ്ദേഹം മുന്നോട്ട് വരും എന്ന് കരുതാം, പ്രാർത്ഥിക്കാം. രാഹുൽ ഗാന്ധി വളരെ ആക്റ്റീവായ നേതാവാണ്. അദ്ദേഹം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹാർഡ് വർക്കിനേക്കാൾ വേണ്ടത് സ്മാർട്ട് വർക്കാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. രാജ്യത്ത് മുഴുവൻ ഓടി നടക്കുന്നതിന് പകരം ഈ ഘടകകക്ഷികളെയൊക്കെ പിളർത്തുവാനുള്ള ശ്രമങ്ങളെ അത് ഉചിതമായ രീതിയിൽ പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ TK ശിവകുമാറിനെ അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് പാർട്ടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം ഒരുപക്ഷെ പല്ലിന് പല്ല്, ഈ നഖത്തിന് നഖം എന്ന രീതിയിൽ പ്രതികരിക്കുന്ന ആളാണ് എന്ന ഒരു ചരിത്രം കൂടി ഉള്ളതുകൊണ്ട് തന്നെ TK മുൻനിർത്തിയുള്ള പ്രതിരോധ ശ്രമങ്ങൾക്ക് കോൺഗ്രസ് മുതിരണം എന്ന ഒരു ആഗ്രഹം എനിക്കുണ്ട്. തൽക്കാലം ഈ വീഡിയോ വിടങ്ങുകയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.